സൂരജ് ലാമ തിരോധാനത്തിൽ വീണ്ടും ആഞ്ഞടിച്ച ഹൈക്കോടതി. പോലീസും എയർപോർട്ട് അധികൃതരും വിശദീകരണം നൽകണം. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ആർക്കും ഇത് സംഭവിക്കാവുന്ന അവസ്ഥ. വിദേശത്ത് ജയിലിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കും. എന്നാൽ അവർ നാട്ടിലേക്ക് എത്തിയാൽ വിലയില്ലാതാകുന്നുവെന്നും കോടതി എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, മുൻപും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെ സുരക്ഷയെയും പറ്റി തോന്നുന്ന ചില ചോദ്യങ്ങൾ തന്നെയാണ് കോടതി അതിന്റെ അവകാശങ്ങൾ ഉപയോഗിച്ച് കർക്കശമായിട്ട് ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ എന്ത് പശ്ചാത്തലത്തിലാണ് കോടതി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത്? എന്തൊക്കെയാണ് കോടതി പറയുന്നത്? സൂരജ് ലാമയുടെ മകൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത്. ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും രൂക്ഷ വിമർശനവുമായി കോടതി രംഗത്ത് എത്തിയത്. പോലീസും അതോടൊപ്പം തന്നെ എയർപോർട്ട് അതോറിറ്റിയോടും ആണ് കോടതി ചില ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചത്. അതോടൊപ്പം തന്നെ അവർ വിശദീകരണം നൽകേണ്ടതുണ്ട്. ഇത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ആർക്കും ഇത് സംഭവിക്കാമെന്ന് കോടതി പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന, വെല്ലുവിളികൾ നേരിടുന്ന ഒരു വ്യക്തി നമ്മുടെ സ്ട്രീറ്റിലൂടെ അലഞ്ഞിതിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ അവരെ സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കസ്റ്റഡി ഉണ്ടാകണം. അതായത് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റണം. അതിനാണ് മെന്റൽ ഹെൽത്ത് ആക്ട് ഉൾപ്പെടെയുള്ളവ. പക്ഷേ ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി വിമർശനം ഉന്നയിച്ചത്. അതോടൊപ്പം നമ്മുടെ സിറ്റിസൺസ് വിദേശത്ത് ജയിലിലും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നമ്മൾ വലിയ ഇൻട്രസ്റ്റ് എടുക്കാറുണ്ട്. പക്ഷെ അവർ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിലയില്ലാത്ത അവസ്ഥയാവുകയാണോ? അതുപോലെയാണിത് എന്ന് സൂചിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ പ്രൊട്ടക്ഷൻ ഓഫ് എ സിറ്റിസൺ, ഒരു സിറ്റിസണിനെ സംരക്ഷിക്കുക എന്നത് ഒരു ഭരണഘടന, ലീഗൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ആണ് എന്ന കാര്യം കോടതി ഓർമ്മിപ്പിച്ചു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിനോടും അതോടൊപ്പം തന്നെ പോലീസിനോടൊക്കെ റിപ്പോർട്ട് തേടിയിരുന്നു. ആ റിപ്പോർട്ടടക്കം പരിഗണിക്കുന്നതിന്റെ ഭാഗമായി കേസ് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോഴും കോടതി ശുഭപ്രതീക്ഷയിലാണ്. ലാമ ജീവിച്ചിരിക്കുന്നാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് എന്ന് കോടതി വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും നേരത്തെ കളമശ്ശേരി ഭാഗത്തു നിന്നൊരു ബോഡി കിട്ടുകയും അത് ലാമയുടേതാണെന്ന സംശയം പോലീസിന് ഉണ്ടാവുകയും തുടർന്ന് DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്ക് വീണ്ടും വരികയും അത് കോടതി പരിഗണിക്കുകയും ചെയ്തിരിക്കുകയും നാളെ വീണ്ടും കോടതി കേസ് പരിഗണിക്കാൻ പോവുകയാണ്. ശരി, എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോഴും സൂരജ് ലാമ ജീവിച്ചിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളതെന്ന് കോടതി പറയുന്നുണ്ട്. അതിനിടയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കോടതി ഇത്തരത്തിലുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും, അതീവ ഗൗരവതരമായിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ ഉന്നയിക്കുന്നത്.